പ്രിയ പ്രേക്ഷകരെ, കൊച്ചി മെട്രോ ഇത്തരത്തിൽ മികച്ച നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റ് മെട്രോകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ആ മെട്രോ സർവീസുകൾക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് സംശയിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാനദണ്ഡ പ്രകാരം ഒരു മെട്രോ സർവീസ് ആരംഭിക്കണമെങ്കിൽ ആ നഗരത്തിൽ 20 ലക്ഷത്തോളം ജനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ മാത്രമേ മെട്രോ അനുവദിക്കൂ എന്ന തരത്തിലേക്ക് കേന്ദ്ര മാനദണ്ഡം കർശനമാക്കുന്നു എന്നതാണ് വിവരം. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ പദ്ധതികൾ ഇപ്പോൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. നമുക്ക് ആ ഡേറ്റയിലേക്ക് പോകാം. അതിൽ തന്നെ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ജനസംഖ്യാ കണക്കുകൾ ആണ് ഇതിൽ നിർണായകമാകുന്നത്. ഇപ്പോൾ രാജ്യത്ത് മെട്രോ സർവീസുകൾ നടത്തുന്ന പ്രധാന നഗരങ്ങളുടെ പട്ടിക ഒന്ന് പരിശോധിക്കാം. ഡൽഹി നഗരത്തിലെ ജനസംഖ്യ എന്നത് 65 ലക്ഷം ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ബാംഗ്ലൂരുവിലെ ജനസംഖ്യ 10 ലക്ഷം എന്നതാണ് കണക്കാക്കുന്നത്. കൊൽക്കത്തയിലേത് 9.8 ലക്ഷം, ചെന്നൈയിലേത് 3.3 ലക്ഷം എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ, മധുര നഗരങ്ങളിൽ മെട്രോയ്ക്കുള്ള അപേക്ഷ കേന്ദ്രം നിരസിച്ചത് ഈ ജനസംഖ്യാ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ്. അതായത് പുതിയ മാനദണ്ഡ പ്രകാരം 20 ലക്ഷമെങ്കിലും ജനങ്ങൾ ഉണ്ടാകണം എന്ന മാനദണ്ഡം ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോയമ്പത്തൂർ, മധുര നഗരങ്ങളിലെ മെട്രോകൾ തള്ളിക്കളയുന്നത് എന്നതാണ്. ഈ ആശങ്കയാണ് തിരുവനന്തപുരത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. അതിനിടെ സൂചിപ്പിക്കേണ്ട ഒരു സാഹചര്യം എന്നത് പലപ്പോഴും ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പങ്കുവെക്കുമ്പോൾ ഈ രണ്ടിടത്ത്, അതായത് കോയമ്പത്തൂരിലും സൂചിപ്പിച്ചു, അതോടൊപ്പം തന്നെ മധുരയിലും അവിടെ ഏതാണ്ട് 15 ലക്ഷം വീതമാണ് ജനസംഖ്യ. 20 ലക്ഷം ജനസംഖ്യയെങ്കിലും ഉണ്ടാകണം എന്നതും അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില ഇളവുകളൊക്കെ നൽകുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് പാട്നയിൽ 17 ലക്ഷം ആണ് അവിടുത്തെ ജനസംഖ്യ. മധ്യപ്രദേശ് ഭോപ്പാലിലേക്ക് എത്തുമ്പോൾ 18 ലക്ഷം ആണ് ജനസംഖ്യ എന്നതാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇതാ 16.79 ലക്ഷം എന്നതാണ് തിരുവനന്തപുരം നഗരത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ. അങ്ങനെയെങ്കിൽ ഈ 20 ലക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ 3 ലക്ഷത്തിലധികം കുറവുണ്ട് എന്നതാണ്. കോഴിക്കോട് ജനസംഖ്യ നമുക്ക് താരതമ്യം പോലും ചെയ്യാൻ പറ്റില്ല. 6 ലക്ഷം ആളുകൾ മാത്രമാണ് കോഴിക്കോട് ഉള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ഈ മെട്രോ പദ്ധതി കേരളത്തിലേക്ക് എത്തുമോ, അതായത് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത് തീർച്ചയായും BJP ആണ്. അവിടുത്തെ കോർപ്പറേഷൻ്റെ ഭരണം എന്നത് അറിയാം. ഒരുപക്ഷെ അത്തരത്തിലൊരു സമ്മർദ്ദമൊക്കെ ഉണ്ടാകാം. ഞാൻ മറ്റു കണക്കുകൾ നേരത്തെ സൂചിപ്പിച്ചു, പട്നയിലെയും ഭോപ്പാലിലെയും ഒക്കെ ജനസംഖ്യാ കണക്കുകൾ. അവിടെയൊക്കെ ഈ 20 ലക്ഷത്തിന് താഴെയാണ് എന്നതാണ് ഡേറ്റകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനം ആണ് എന്നതുകൂടി പരിഗണിക്കപ്പെട്ടുകൊണ്ടും ഒപ്പം ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങൾ കൂടിയൊക്കെ കണക്കിലാക്കിക്കൊണ്ടുമൊക്കെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമോ എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴത്തെ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി ഈ മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഏതാണ്ട് നഗരത്തിന് ചുറ്റും 500 മുതൽ 900 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ ജനസംഖ്യാ വിവരങ്ങൾ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 20 ലക്ഷത്തിലേക്ക് ജനസംഖ്യ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ടെക്നോ പാർക്കിൽ 490 IT അനുബന്ധ കമ്പനികളിലായി ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്നു എന്ന കണക്കുകൾ ചേർത്തുവെക്കും. ടെക്നോ സിറ്റി ഉൾപ്പെടെ ടൗൺഷിപ്പ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയുടെ പൊതുവിലൊരു കണക്ക് പരിശോധിച്ചാൽ അവിടെ ഏതാണ്ട് 33 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട്. നഗരത്തിൽ ജനസാന്ദ്രത പലയിടത്തും കൂടുതലാണ്. പാപ്പനംകോട് മുതൽ ഇഞ്ചക്കൽ വരെ നഗരം ചുറ്റുന്ന ഒരു മെട്രോ പാതയാണ് വിഭാവനം ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയിലേക്കും ആറ്റിങ്ങലിലേക്കും ഈ പദ്ധതി നീട്ടിക്കൊണ്ട് കൂടുതൽ ജനസംഖ്യ ഇവിടെയുണ്ട് എന്ന കണക്ക് ഒരു പക്ഷേ സർക്കാർ മുന്നോട്ട് വയ്ക്കാം എന്ന സൂചനകൾ ഒക്കെ ഉണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതാണ്. ഒപ്പം ഒരു സ്മാർട്ട് സിറ്റി പോലെ തിരുവനന്തപുരത്തെ രൂപപ്പെടുത്തി എടുക്കുന്ന പദ്ധതികൾക്കാണ് വിഭാവനം ചെയ്യുന്നത്. ചെറുനഗരങ്ങൾക്ക് വേണ്ടി ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള സാധ്യതകൾ എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മെട്രോ പദ്ധതി കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സൂചിപ്പിക്കുന്നത് പോലെ അതായത് ജനസംഖ്യ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നതത്ര എളുപ്പമാണോ എന്ന സംശയം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.